ദിവസവും യോഗ, ആരോഗ്യമുള്ള ജീവിതം. യോഗാദിന പ്രത്യേക പരിപാടി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സമന്വയിപ്പിക്കുന്ന പുണ്യകലയാണ് യോഗ. തിരക്കുകൾ നിറഞ്ഞ ആധുനിക ജീവിതത്തിൽ ആരോഗ്യവും മനസമാധാനവും നിലനിർത്താൻ യോഗയോളം മികച്ച മറ്റൊന്നില്ല. ഭാരതം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നായ യോഗയെ നെഞ്ചേറ്റി ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നു. രക്തസമ്മർദ്ദവും മാനസിക സമ്മർദ്ദവും നിയന്ത്രിക്കാൻ നെട്ടോട്ടമോടുന്ന ഇന്നത്തെ തലമുറയ്ക്ക് മുന്നിൽ ആരോഗ്യത്തിന്റെ വഴിവിളക്കാണ് യോഗ. ശ്വാസത്തിലും ചലനത്തിലും ഏകാഗ്രത കണ്ടെത്തിക്കൊണ്ട് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ യോഗ നമ്മെ പഠിപ്പിക്കുന്നു. മരുന്നുകളില്ലാതെ, വലിയ ചെലവുകളില്ലാതെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ചെറുപ്പമായി സൂക്ഷിക്കാൻ യോഗ എങ്ങനെയൊക്കെ സഹായിക്കും എന്നതിനെക്കുറിച്ച് ഈ പരിപാടിയിലൂടെ കേൾക്കാം. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് നാഷണൽ ആയുഷ് മിഷൻ യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ ഷഫ്ന ബാനു. നമസ്കാരം. ഇന്ന് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. ഏവർക്കും എൻ്റെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. ഞാൻ ഡോക്ടർ ഷഫ്ന ബാനു, യോഗ ഇൻസ്ട്രക്ടർ GHD നീർവാരം. ഇന്ന് യോഗയുടെ ചരിത്രം, പ്രാധാന്യം, ആരോഗ്യ ഗുണങ്ങൾ, ക്ലിനിക്കൽ യോഗയുടെ സാധ്യതകൾ, ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിലുള്ള പങ്ക്, കുട്ടികൾക്കും സ്ത്രീകൾക്കും മുതിർന്നവർക്കുമുള്ള പ്രയോജനങ്ങൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കാം. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ആരോഗ്യ പ്രശ്നങ്ങൾ. ശാരീരിക അസ്വസ്ഥതകൾക്കൊപ്പം മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം, ഉറക്കക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങളും വർദ്ധിച്ചു വരുന്നു. സാങ്കേതിക വിദ്യയുടെ വളർച്ച നമ്മുടെ ജീവിതം എളുപ്പമാക്കിയെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങൾ കുറയുകയും സമ്മർദ്ദം കൂടുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ യോഗ ഒരു സമഗ്ര ആരോഗ്യമാർഗമായി മാറുന്നു. യോഗയുടെ ഉദ്ഭവം ഇന്ത്യയിലാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മഹർഷിമാർ രൂപപ്പെടുത്തിയ ഈ സമ്പ്രദായം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സമന്വയത്തിനായുള്ള ശാസ്ത്രമാണ്. പതാഞ്ജലി മഹർഷിയുടെ യോഗസൂത്രങ്ങൾ യോഗയുടെ അടിസ്ഥാന ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നു. 2014 ഐക്യരാഷ്ട്രസഭ ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി പ്രഖ്യാപിച്ചു. അതിനുശേഷം ലോകമെമ്പാടും ഈ ദിനം ആഘോഷിക്കപ്പെടുന്നു. എന്താണ് യോഗ? പലരും യോഗയെ വെറും ശരീരവ്യായാമമായി കരുതുന്നു. എന്നാൽ യോഗ അതിലുപരിയാണ്. ശരീരവും മനസ്സും ശ്വാസവും ബോധവും തമ്മിലുള്ള ഐക്യം സൃഷ്ടിക്കുന്ന ഒരു ജീവിതശൈലിയാണ് യോഗ. യോഗയുടെ പ്രധാന ഘടകങ്ങൾ: യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇവയെ അഷ്ടാംഗയോഗമെന്ന് വിളിക്കുന്നു. ആരോഗ്യത്തിന് യോഗയുടെ ഗുണങ്ങൾ. ശാരീരിക ഗുണങ്ങൾ. യോഗ ശരീരത്തിൻ്റെ വഴക്കം വർദ്ധിപ്പിക്കുന്നു, പേശികൾക്കും സന്ധികൾക്കും കരുത്തു നൽകുന്നു, രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു, ശ്വാസകോശങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നു. പഠനങ്ങൾ പ്രകാരം സ്ഥിരമായി യോഗ ചെയ്യുന്നവരിൽ ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രണത്തിലാകുന്നു, പ്രമേഹ നിയന്ത്രണം മെച്ചപ്പെടുത്തുന്നു, ഹൃദ്രോഗ സാധ്യത കുറയുന്നു, അമിതവണ്ണം കുറയുന്നു, ശരീരവേദനകൾ കുറയുന്നു. മാനസിക ഗുണങ്ങൾ. ഇന്ന് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയാണ്. യോഗയും ധ്യാനവും മനസ്സിനെ ശാന്തമാക്കുന്നു. യോഗ ഉത്കണ്ഠത്തെ കുറയ്ക്കുന്നു, വിഷാദലക്ഷണങ്ങൾ കുറയ്ക്കുന്നു, ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു, ഏകാഗ്രത മെച്ചപ്പെടുത്തുന്നു, ഉറക്കത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുന്നു. ക്ലിനിക്കൽ യോഗയുടെ പ്രാധാന്യം. ക്ലിനിക്കൽ യോഗ എന്നത് രോഗങ്ങളുടെ പ്രതിരോധത്തിനും
നിയന്ത്രണത്തിനും പുനരധിവാസത്തിനും ശാസ്ത്രീയമായി ഉപയോഗിക്കുന്ന രോഗരീതികളിലാണ് സൂചിപ്പിക്കുന്നത്. പ്രമേഹം. യോഗ ഇൻസുലിൻ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. പവനമുക്താസനം, ഭുജംഗാസനം, അർദ്ധമത്സ്യന്ദ്രാസനം തുടങ്ങിയ ആസനങ്ങൾ പ്രമേഹ രോഗികൾക്ക് പ്രയോജനകരമാണ്. രക്തസമ്മർദ്ദം. നാഡീശോധന പ്രാണായാമം, ബ്രഹ്മരി പ്രാണായാമം, ധ്യാനം എന്നിവ രക്തസമ്മർദ്ദ നിയന്ത്രണത്തിന് സഹായിക്കുന്നു. മാനസിക സമ്മർദ്ദം. ധ്യാനവും പ്രാണായാമവും ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണുകളുടെ അളവ് കുറയ്ക്കുന്നു. പിൻവേദന. യോഗാസനങ്ങൾ ശരീരത്തിൻ്റെ കോർ മസിലുകളെ ശക്തിപ്പെടുത്തി പിൻവേദന കുറയ്ക്കുന്നു. കുട്ടികൾക്കുള്ള യോഗ. കുട്ടികളിൽ ഇന്ന് സ്ക്രീൻ സമയം വർദ്ധിച്ചു വരികയാണ്. ശ്രദ്ധക്കുറവും മാനസിക സമ്മർദ്ദവും വർദ്ധിക്കുന്നു. യോഗ കുട്ടികളിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നു, ഓർമ്മശക്തി മെച്ചപ്പെടുത്തുന്നു, ആത്മവിശ്വാസം കൂട്ടുന്നു, നല്ല ശീലങ്ങൾ വളർത്തുന്നു. സ്ത്രീകളുടെ ആരോഗ്യവും യോഗയും. സ്ത്രീകൾ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ നിരവധി ശാരീരിക മാനസിക മാറ്റങ്ങൾ നേരിടുന്നു. യോഗ ഹോർമോൺ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു, മാസവിരാമകാല അസ്വസ്ഥതകൾ കുറയ്ക്കുന്നു, ഗർഭകാല ആരോഗ്യത്തിന് സഹായിക്കുന്നു, പ്രസവാനന്തര മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. മുതിർന്നവർക്കുള്ള യോഗ. പ്രായം കൂടുമ്പോൾ ശരീരത്തിൻ്റെ വഴക്കം കുറയുകയും സന്ധിവേദനകൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. യോഗ സന്തുലിതാവസ്ഥ മെച്ചപ്പെടുത്തുന്നു, വീഴ്ചയുടെ സാധ്യത കുറയ്ക്കുന്നു, ശ്വാസകോശ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു, ജീവിത ഉത്സാഹം വർദ്ധിപ്പിക്കുന്നു. യോഗയും ജീവിതശൈലി രോഗങ്ങളും. ലോക ആരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇവ തടയാൻ സമീകൃത ആഹാരം, മതിയായ ഉറക്കം, സ്ഥിരമായ ശാരീരിക പ്രവർത്തനം, യോഗയും ധ്യാനവും പറയുന്നുണ്ട്. ചില യോഗാസനങ്ങളും അവയുടെ ഗുണങ്ങളും നോക്കാം. താടാസനം. എല്ലാ നിലനിൽക്കുന്ന ആസനങ്ങളുടെയും അടിസ്ഥാന ആസനമാണ് താടാസനം. ഇവയുടെ ഗുണങ്ങൾ: ശരീരഭംഗി മെച്ചപ്പെടുത്തുന്നു, നട്ടെല്ല് നേരെയാക്കുന്നു, കാലുകളുടെയും പുറംഭാഗത്തിൻ്റെയും പേശികൾ ശക്തിപ്പെടുത്തുന്നു, ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നു. വൃക്ഷാസനം. ഒരു കാലിൽ നിന്ന് ശരീര സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ആസനം. ഗുണങ്ങൾ: ബാലൻസ് മെച്ചപ്പെടുത്തുന്നു, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു, കാലുകളുടെ പേശികൾക്ക് കരുത്തു നൽകുന്നു, ശ്രദ്ധയും ഏകാഗ്രതയും കൂട്ടുന്നു. ത്രികോണാസനം. അരക്കെട്ടിൻ്റെയും നട്ടെല്ലിൻ്റെയും വഴക്കം വർദ്ധിപ്പിക്കുന്നു, ദഹനം മെച്ചപ്പെടുത്തുന്നു, പിൻവേദന കുറയ്ക്കാൻ സഹായിക്കുന്നു. ഭുജംഗാസനം. പാമ്പ് തല ഉയർത്തി നിൽക്കുന്നത് പോലുള്ള ആസനം. ഗുണങ്ങൾ: നട്ടെല്ലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു, പിൻവേദന കുറയ്ക്കുന്നു, നെഞ്ച് വികസിപ്പിച്ച് ശ്വാസോച്ഛ്വാസം മെച്ചപ്പെടുത്തുന്നു, മാനസിക ക്ഷീണം കുറയ്ക്കുന്നു. ശലഭാസനം. പുറംഭാഗത്തെ പേശികൾ ശക്തിപ്പെടുത്തുന്നു, നടുവേദന കുറയ്ക്കുന്നു, ശരീരത്തിൻ്റെ പിൻഭാഗത്തിന് കരുത്ത് നൽകുന്നു. ധനുരാസനം. വില്ലിൻ്റെ ആകൃതിയിലുള്ള ആസനം. ഗുണങ്ങൾ: ദഹന പ്രക്രിയ മെച്ചപ്പെടുത്തുന്നു, വയറിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നു, നട്ടെല്ലിൻ്റെ വഴക്കം വർദ്ധിപ്പിക്കുന്നു. വജ്രാസനം. ഭക്ഷണശേഷം ചെയ്യാൻ കഴിയുന്ന ഏക ആസനം. ഗുണങ്ങൾ: ദഹനം മെച്ചപ്പെടുത്തുന്നു, മനസ്സിന് ശാന്തത നൽകുന്നു, മുട്ടുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. പവനമുക്താസനം. ഗുണങ്ങൾ: വയറുവീർക്കൽ കുറയ്ക്കുന്നു, ദഹനം മെച്ചപ്പെടുത്തുന്നു, മലബന്ധം കുറയ്ക്കാൻ സഹായിക്കുന്നു. പശ്ചിമോത്താസനം. ഗുണങ്ങൾ: ശരീരത്തിൻ്റെ പിൻഭാഗത്തിന് നല്ല സ്ട്രെച്ച് നൽകുന്നു, സമ്മർദ്ദം കുറയ്ക്കുന്നു, ദഹന സംവിധാനം മെച്ചപ്പെടുത്തുന്നു. അർദ്ധമത്സ്യന്ദ്രാസനം. ഗുണങ്ങൾ: നട്ടെല്ലിൻ്റെ വഴക്കം വർദ്ധിപ്പിക്കുന്നു, ദഹന പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു, പ്രമേഹ നിയന്ത്രണത്തിന് സഹായകമാകുന്നു. സർവാംഗാസനം. ആസനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നു. ഗുണങ്ങൾ: രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നു, ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നു. ശവാസനം. യോഗാഭ്യാസത്തിൻ്റെ അവസാനം ചെയ്യുന്ന വിശ്രമ ആസനമാണ് ശവാസനം. ഗുണങ്ങൾ: ശരീരത്തിനും മനസ്സിനും പൂർണ്ണ വിശ്രമം നൽകുന്നു, മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു, രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. പ്രാണായാമങ്ങളുടെ പ്രാധാന്യം. പ്രാണായാമം എന്നത് പ്രാണ, ജീവശക്തി, നിയന്ത്രണം അല്ലെങ്കിൽ വികസനം എന്നീ 2 വാക്കുകളിൽ നിന്നാണ് ഉണ്ടായത്.
ശ്വാസത്തെ ശരിയായ രീതിയിൽ നിയന്ത്രിക്കുന്നതിലൂടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യം നൽകുന്ന യോഗത്തിൻ്റെ പ്രധാന ഘടകങ്ങളാണ് പ്രാണായാമം. പ്രാണായാമത്തിൻ്റെ പൊതുവായ ഗുണങ്ങൾ: ശ്വാസകോശങ്ങളുടെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുന്നു, ശരീരത്തിന് കൂടുതൽ ഓക്സിജൻ ലഭ്യമാക്കുന്നു, മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നു, ഏകാഗ്രതയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുന്നു, രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു, ഉറക്കത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു, മനസ്സിന് ശാന്തതയും സമാധാനവും നൽകുന്നു. പ്രധാന പ്രാണായാമങ്ങൾ: അനുലോമ വിലോമം. ഇടത് വലത് നാസാരേന്ദ്രങ്ങളിലൂടെ മാറി മാറി ശ്വസിക്കുന്ന രീതിയാണിത്. നാഡികളെ ശുദ്ധീകരിക്കുന്നു, മനസ്സിനെ ശാന്തമാക്കുന്നു, സമ്മർദ്ദം കുറയ്ക്കുന്നു, ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നു. ബ്രഹ്മരി പ്രാണായാമം. തേനീച്ചയുടെ മൂളൽ ശബ്ദത്തോട് സാമ്യമുള്ള ശബ്ദത്തോട് ചെയ്യുന്ന പ്രാണായാമം. ഉത്കണ്ഠയും കോപവും കുറയ്ക്കുന്നു, തലച്ചോറിന് വിശ്രമം നൽകുന്നു, ഉറക്കം മെച്ചപ്പെടുത്തുന്നു, മാനസിക സമാധാനം വർദ്ധിപ്പിക്കുന്നു. കപാലഭാതി. ശ്വാസകോശങ്ങളെ ശുദ്ധീകരിക്കുന്നു, ദഹന പ്രക്രിയയെ മെച്ചപ്പെടുത്തുന്നു, ശരീരത്തിന് ഉന്മേഷം നൽകുന്നു, അമിതവണ്ണം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഉജ്ജയി പ്രാണായാമം. മനസ്സിനെ ശാന്തമാക്കുന്നു, തൈറോയ്ഡ് ആരോഗ്യത്തിന് സഹായകരമാകുന്നു, ശ്വാസകോശങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നു. ശീതളി പ്രാണായാമം. ശരീരത്തിന് തണുപ്പ് നൽകുന്നു, ദാഹവും ചൂടും കുറയ്ക്കുന്നു, മനസ്സിനെ ശാന്തമാക്കുന്നു. നാം ജനിക്കുന്ന നിമിഷം മുതൽ അവസാന നിമിഷം വരെ നമ്മോടൊപ്പമുള്ളത് ശ്വാസമാണ്. എന്നാൽ പലപ്പോഴും ശ്വാസത്തെക്കുറിച്ച് നാം ബോധവാന്മാരാകുന്നില്ല. പ്രാണായാമം നമ്മെ ശ്വാസവുമായി ബന്ധിപ്പിക്കുന്നു. ശ്വാസം നിയന്ത്രിക്കാൻ പഠിക്കുമ്പോൾ മനസ്സിനെയും വികാരങ്ങളെയും നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെ യോഗയിൽ ആസനങ്ങൾക്ക് തുല്യ പ്രാധാന്യമാണ് പ്രാണായാമങ്ങൾക്ക് നാം നൽകി വരുന്നത്. യോഗ വെറും ഒരു വ്യായാമമല്ല, അതൊരു ജീവിത ദർശനമാണ്. ആരോഗ്യകരമായ ശരീരം, ശാന്തമായ മനസ്സ്, സന്തുലിതമായ ജീവിതം എന്നിവ നേടാൻ ദിവസവും 30 മിനിറ്റ് നമുക്ക് യോഗയ്ക്കായി മാറ്റിവെക്കാം. ഈ വർഷത്തെ യോഗാദിന സന്ദേശം ആരോഗ്യവും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ ഓർമ്മിപ്പിക്കുന്നു. വ്യക്തിയുടെ ആരോഗ്യം കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഭൂമിയുടെയും ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം: ദിവസവും യോഗ, ആരോഗ്യമുള്ള ജീവിതം. താങ്ക് യു സോ മച്ച്. വലിയ മാറ്റങ്ങൾ എപ്പോഴും തുടങ്ങുന്നത് ചെറിയ ചുവടുവയ്പ്പുകളിൽ നിന്നാണ്. ഉള്ളിലേക്ക് നോക്കാനും നമ്മളെ തന്നെ സ്നേഹിക്കാനും ആരോഗ്യമുള്ളവരായി ഇരിക്കാനും യോഗ നമ്മെ സഹായിക്കട്ടെ. യോഗാ ദിനത്തെക്കുറിച്ചും യോഗയെക്കുറിച്ചും വിവരങ്ങൾ പങ്കുവച്ചത് നാഷണൽ ആയുഷ് മിഷൻ യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ ഷഫ്ന ബാനു. ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ശ്രോതാക്കൾ കേട്ടത് ദിവസവും യോഗ, ആരോഗ്യമുള്ള ജീവിതം. യോഗാദിന പ്രത്യേക പരിപാടി.